ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ, അയാൾക്കൊന്നും ഫോൺ കൊടുക്കും മുത്തശ്ശി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നേ. ശരി ശരി, ഇനി രാധികയോട് സംസാരിക്കാത്ത ടെൻഷനില് നീ അവിടെ കുഴപ്പമൊന്നും കാണിച്ചു കൂട്ടണ്ട. എന്താ ഗൗതം, ഇന്നലെ നീ വാക്ക് പാലിച്ചില്ല. ഞാൻ ഇറങ്ങിയതല്ലേ, വരുൺ ഗാർഡനിൽ നിൽക്കുമായിരുന്നു. ഞാൻ എങ്ങനെ അവനെ കവർ ചെയ്ത് വരുന്നേ? അവൻ നിൽക്കുന്നത് ഞാനും കണ്ടു. അല്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് അകത്ത് വരുമായിരുന്നു. നീ ഒരു കാര്യം ചെയ്, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ മറ്റോ പോണോന്നും പറഞ്ഞ് ഇപ്പൊ ഇറങ്ങ്. ഞാൻ വഴിയിൽ കാത്തു നിൽക്കാം. ഗൗതം, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. നീ എന്നെ ടോർച്ചർ ചെയ്യുന്നു. എന്റെ സ്വപ്നങ്ങളൊക്കെ നശിപ്പിച്ചത് നീയാ. എന്നെ ഒന്നും അല്ലാതാക്കി തീർത്തത് നീ മാത്രം. പക്ഷേ ഗൗതം, പരസ്യമായിട്ട് എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റുമോ? ഏട്ടൻ ഒരിക്കലും വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് നീ കരുതിയില്ലല്ലേ? അത് മാത്രമാണ് സത്യം. കൽപ്പന, ഞാൻ പറയുന്നത് പോലെ നീ കേട്ടില്ലെങ്കിൽ നിനക്കറിയാലോ, എന്റെ പക പ്രണയത്തിന്റെ പകയായിരിക്കും. താങ്ങാൻ പറ്റില്ല നിനക്ക്. ഗൗതം പ്ലീസ്. ഗൗതം, ഞാനൊരു പെണ്ണാണ്. നിന്നെ പോലെ പുറത്ത് നടക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. ഗൗതം, ഞാൻ നിന്നെ ചതിക്കില്ല. ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്നൊന്ന് മനസ്സിലാക്ക്. കൽപ്പന, എന്താ? ഏയ് ഒന്നുമില്ല. കുറച്ചു നേരത്തെ താനോട് അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു, കാണാതായപ്പോ. അല്ല, സൂര്യ ഇന്നലെ മുഴുവൻ ഉറക്കം ഒളിച്ചതല്ലേ, സമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ കരുതി. ആരാ ഫോണില്? അതോ, ഇത് രേഷ്മയാ. ആ ശരി, താൻ സംസാരിക്ക്. ഞാനേ കുറച്ചു നേരം കൂടെ ഉറങ്ങാൻ പോവാ. കേട്ടല്ലോ, ഇതിന്റെ ഒക്കെ നടുവിലാ ഞാൻ. ഗൗതം, ഞാൻ ഫോൺ കട്ടിയാ. കൽപ്പന പ്ലീസ്. ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അവള് പിടിതരാതിരിക്കുകയാണ്. അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. കൽപ്പന, നിന്നെ ഞാൻ വിടില്ല. ഗൗതം, ഒരിക്കൽ നീ എനിക്കൊരാവശ്യമായിരുന്നു. ഇനി അത് വേണ്ട. കൽപ്പനയെ വെല്ലുവിളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ചാകാൻ നീ തയ്യാറായിക്കോ. ഭഗവാനെ, ഒരു കാരണവശാലും പ്രിയങ്ക സിനിമയിൽ അഭിനയിച്ച കാര്യം അറിയരുത്. അച്ഛനറിഞ്ഞ, അച്ഛൻ എന്തേലും ചോദിച്ചാ മറുപടി ഇല്ലാതെ ഞാൻ നിൽക്കേണ്ടി വരും. കാത്തോളണേ ഭഗവാനെ.
ഹലോ മോനെ, എന്താടാ ഗസ്റ്റ് ഹൗസിലാണോ? അതോ നീ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ? എസ്റ്റേറ്റിലെ മുത്തശ്ശി. ദേ, മിക്കവാറും ഇന്ന് അച്ഛൻ അങ്ങോട്ട് വരും. അതെന്താ നീ കൂടെ വരാത്തത്? ഓ, അതെങ്ങനെയാ? എന്റെ കാര്യത്തിന് തീരുമാനമൊന്നും ആയിട്ടില്ല. മുത്തശ്ശി, അതെ, ഞാൻ ഇന്നലെ രാധയെ വിളിച്ചായിരുന്നു. അയാൾ ഫോൺ എടുക്കുന്നില്ല. അയാൾക്ക് അസുഖമൊന്നുമില്ലല്ലോ. നിന്റെ രാധയ്ക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലടാ. അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അല്ല, പിന്നെന്താ അയാൾക്കൊന്ന് ഫോൺ എടുത്താല്? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പേടിച്ചിട്ടാവൂ. മുത്തശ്ശി, എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. ഇത്തിരി നേരെങ്കിലും ഒന്ന് സംസാരിക്കണം. നീ എന്നെ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിച്ചേ അടങ്ങുമല്ലേ? എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ, അയാൾക്കൊന്നും ഫോൺ കൊടുക്കും മുത്തശ്ശി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നേ. ശരി ശരി, ഇനി രാധികയോട് സംസാരിക്കാത്ത ടെൻഷനില് നീ അവിടെ കുഴപ്പമൊന്നും കാണിച്ചു കൂട്ടണ്ട. ഞാൻ അവളെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. നീ ഹോൾഡ് ചെയ്യേ. ഓ മൈ സ്വീറ്റ് മുത്തശ്ശി. വൃത്തികെട്ട തള്ള. അപ്പൊ ഇവരുടെ തണല്ല ഈ പ്രേമനാടകം നടക്കുന്ന. എന്നെങ്കിലും ഒരു ദിവസം ഇവരെ എല്ലാവരുടെയും മുന്നിലിട്ട് ഞാൻ നാറ്റിക്കും. ആഹാ, മോളിവിടെ നിൽക്കുകയായിരുന്നു. എന്താ മുത്തശ്ശി? ദേ, മുത്തശ്ശിയുടെ ഒരു ഫ്രണ്ടാ. മോളെ കുറിച്ച് പറഞ്ഞപ്പോ മോളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. സംസാരിക്കും. ഹലോ. 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 തന്റെ ഫോണിൽ വിളിച്ചാൽ എടുക്കില്ല അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് മുത്തശ്ശി ആശ്രയിക്കേണ്ടി വന്നത്. എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഇവിടെ ഞാൻ വിളിക്കുമ്പോ താൻ ഫോൺ എടുക്കണം, സംസാരിക്കണം. അപ്പോ പിന്നെ വേറെ ആരും അറിയത്തില്ലല്ലോ അതൊന്നും. അല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നോ? എന്റെ മുറിയിലെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് വെച്ചത് വരുൺ തന്നെ ആയിരുന്നോ? ഗിഫ്റ്റ് കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? എനിക്ക് സംശയമുണ്ട്.